പരിക്കേറ്റും അവശരായും കിടക്കുന്ന തെരുവു നായ്ക്കളെ പരിപാലിക്കുന്ന അപൂർവ വ്യക്തിത്വമാണ് പയ്യന്നൂർ സ്വദേശിയായ CP ഹരിഗോവിന്ദൻ. പയ്യന്നൂർ നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്ര പരിസരത്ത് ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്ന നായയെ 2 ആഴ്ചയായി ശുശ്രൂഷിക്കുകയാണ് ഇദ്ദേഹം. സ്ഥലം പയ്യന്നൂർ നമ്പ്യാത്രക്കോവിൽ ക്ഷേത്രത്തിനു മുന്നിലെ ദേവസ്വം ഓഫീസ് മുറ്റത്തിന്റെ ഒരു വശം. CP ഹരിഗോവിന്ദനും ദേവസ്വം ഓഫീസ് ക്ലർക്ക് VM സുരേഷും വാഹനം തട്ടി പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലായ ഒരു തെരുവുനായയെ ശുശ്രൂഷിക്കുകയാണ്. 2 ആഴ്ചയായി ഇത് തുടർന്നു വരുന്നുണ്ട്. ഭക്ഷണവും വെള്ളവും ഡോക്ടറുടെ കുറിപ്പടി പ്രകാരമുള്ള ഗുളികകളും ഹരിഗോവിന്ദൻ നായയ്ക്കു നൽകി. മുറിവ് വൃത്തിയാക്കി മരുന്നുവച്ച് കെട്ടി. എല്ലാത്തിനും സഹായിയായി സുരേഷുമുണ്ടായിരുന്നു. മൗനസാക്ഷിയായി മറ്റൊരു പട്ടിയും. പരിക്കേറ്റ് കിടക്കുന്ന പട്ടിയുടെ കുഞ്ഞാണെന്ന് ഹരിഗോവിന്ദനും സുരേഷും പറഞ്ഞു. അമ്മപ്പട്ടി പരിക്കേറ്റ് കിടക്കുന്ന ആദ്യഘട്ടത്തിൽ തനിക്ക് കിട്ടുന്ന ഭക്ഷണത്തിന്റെ ഒരു പങ്കുമായായിരുന്നു അമ്മപ്പട്ടിക്കരികിലേക്ക് എത്തിയിരുന്നത്. എന്നാൽ പട്ടിയുടെ സംരക്ഷണ ചുമതല ഹരിഗോവിന്ദൻ ഏറ്റെടുത്തതു മുതൽ ഒരു കാവൽ എന്നോണം ഇവിടെ തന്നെ നിലയുറപ്പിച്ച പട്ടിക്കുഞ്ഞ് കണ്ടു നിൽക്കുന്നവരുടെയും മനസ്സലിയിക്കുന്ന കാഴ്ചയായി മാറുന്നുണ്ട്. കുറച്ച് നല്ല മനുഷ്യർ ഒരു സഹജീവിയുടെ ജീവൻ രക്ഷിക്കാൻ നടത്തുന്ന മഹത്തായ പരിശ്രമമായി തന്നെ ഇതിനെ കാണണം. ക്ഷേത്രം പൂജാരിമാരുൾപ്പെടെ സാമ്പത്തിക സഹായം പോലും നൽകാൻ തയ്യാറാണിവിടെ. ഹരിഗോവിന്ദന്റെ ഇത്തരത്തിലുള്ള ഇടപെടലുകളെക്കുറിച്ച് VM സുരേഷ് ഇങ്ങനെ പറയുന്നു. ഏകദേശം ഒരു 2 ആഴ്ച മുമ്പാണ് ഈ സൺഷൈഡിൻ്റെ മുകളിൽ ഈ നായിനെ കാണുന്നത്. അതിവിടെ കല്ലിൻ്റെ പണിയെടുക്കാൻ വന്നവരാണ്. 2 ചെവി കണ്ടിട്ട് നോക്കുമ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റാണ്ട് അതിൻ്റെ മുകളിൽ കിടക്കുന്നതുണ്ട്. അപ്പോൾ ഒരു ഹരിഗോവിന്ദേട്ടൻ്റെ നമ്പർ വേറെ സംഘടിപ്പിച്ചിട്ട് ഹരിയേട്ടനെ വിളിച്ചു വന്ന് ഫയർഫോഴ്സുകാരെ വിളിച്ചു. അപ്പോൾ അവർക്ക് വലിയ വണ്ടി ഇങ്ങോട്ട് വരാൻ പറ്റില്ല, ഏണി വെക്കാൻ വരാൻ പറ്റില്ല പറഞ്ഞ് ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു ഏണി എടുത്തിട്ട് ഹരിഗോവിന്ദേട്ടനും ഓറിയോ പെറ്റ് ക്ലിനിക്കിലെ വൈശാഖം കൂടിയിട്ടാണ് നായിനെ താഴെ ഇറക്കുന്നത്. താഴെ ഇറക്കിയതിന് ശേഷം അന്ന് മുതൽ ഇങ്ങോട്ടില്ല, ഏകദേശം ഒരു 2 ആഴ്ചയായിട്ടുണ്ട്. അന്ന് മുതൽ ഇങ്ങോട്ടില്ല ചികിത്സയെല്ലാം. അവിടുന്ന് ഡോക്ടർ ഒരു 3 പ്രാവശ്യം വന്ന് ഡോക്ടർ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്നിടവിട്ട് ദിവസങ്ങളിൽ വന്നിട്ട് ഇഞ്ചക്ഷൻ അതെല്ലാം ഹരിയേട്ടനെ ഏർപ്പാടാക്കിയാണ്. അപ്പോൾ രാവിലെയും വൈകുന്നേരവും കംപ്ലീറ്റ് ക്ലിയറാക്കി കിടന്നിട്ട് അതിന് 2 സൈഡിലും ഈ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മരുന്ന് വെച്ച് വിറ്റാമിൻ്റെ ഗുളിക കൊടുത്ത് ഹരിഗോവിന്ദേട്ടൻ രാവിലെയും വൈകുന്നേരം വന്നിട്ട് ചെയ്യും. ഹരിഗോവിന്ദന്റെ അടുത്ത യാത്ര പയ്യന്നൂർ തായ്നേരിയിലേക്കാണ്. റോഡരികിലെ ഷട്ടറിട്ട മുറികൾക്ക് പുറത്ത് അവശനായി കിടക്കുന്ന മറ്റൊരു നായയുണ്ട് അവിടെ. സമീപത്തെ ചില ചെറുപ്പക്കാരാണ് അപകടത്തിൽ പരിക്കേറ്റ നായയുടെ വിവരം ഹരിഗോവിന്ദനെ അറിയിച്ചത്. അവരുടെ സഹായത്തോടെ നായയുടെ പരിചരണവും ഹരിഗോവിന്ദൻ ഏറ്റെടുത്തു. 1 ആഴ്ചയായി അത് തുടർന്നു വരുന്നുണ്ട്. ഇപ്പോൾ കണ്ട 2 സംഭവങ്ങളിൽ ഒതുങ്ങുന്നതല്ല ഹരിഗോവിന്ദന്റെ സഹജീവി സ്നേഹം. നഗരത്തിലും പുറത്തുമായി നിരവധി നായ്ക്കളുടെ നിയമപരമായ പരിപാലനം ഇദ്ദേഹം തികഞ്ഞ ആത്മാർത്ഥതയോടെ ഏറ്റെടുത്തിട്ടുണ്ട്. അതിരാവിലെ വീട്ടിലേക്ക് വിരുന്നെത്തുന്ന ഒരു കൂട്ടം തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം നൽകിക്കൊണ്ടാണ് CP ഹരിഗോവിന്ദന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ. പിന്നീട് തന്റെ വാഹനവുമായി ടൗണിന്റെ പല ഭാഗത്തേക്കുമായി യാത്ര. അവിടെയൊക്കെയും ഇദ്ദേഹത്തിന്റെ വരവും കാത്ത് വിശന്ന വയറും ദൈന്യത നിറഞ്ഞ നോട്ടവും അസഹ്യമായ വേദനയേകുന്ന വ്രണവുമായി ഒട്ടേറെ മിണ്ടാപ്രാണികളുണ്ടാകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഹരിഗോവിന്ദൻ ആവശ്യപ്പെടുന്നത്. അത് ഭരണഘടനാപരമായ ഒരു ഉത്തരവാദിത്തമാണെന്ന് കൂടി ഇദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതിന് മിനിഞ്ഞാന്ന് വീണ് ഇതിനടുത്ത് സൈഡിലൂടെ കൊണ്ടുവച്ചു. ഇത് മഴയും നനഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നു. അതിനുശേഷം ഇന്നലെ ഡോക്ടറെ കൊണ്ടുവന്നു. അതിനുള്ള മരുന്നും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ഇത്തരത്തിലെ വേറെ 2 എണ്ണം കൂടിയുണ്ട്. ഇത് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് അവിടെ വെക്കണം. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്വം എടുക്കേണ്ട മുനിസിപ്പാലിറ്റി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇവരുടെ എല്ലാം കസ്റ്റോഡിയൻ. അവർ ആര് വിചാരിച്ചാലും അവർക്ക് ഒരു ഫെസിലിറ്റി ഇല്ല. എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എൻ്റെ നമ്പർ കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യം മാത്രമാണ് ഇപ്പോഴുള്ളത്. ഞാൻ ഏകദേശം എൻ്റെ മാക്സിമം ആയിക്കഴിഞ്ഞു. ഇനി ഇതെന്തവിടെ ഞാൻ എൻ്റെ ഡിമാൻഡ് വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവർ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കാം. അൾട്ടിമേറ്റ് എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയില്ല. പക്ഷെ ഒരു വിവരാകാശത്തിലെ കൂടി നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പോകുന്നുള്ളത് അറിയാണ്ട് തെരഞ്ഞെടുപ്പ് ആവുന്നത് പോലെ ഇതിനുള്ള ജീവനുള്ള ഇടത്തോളം കാലം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കും. പയ്യന്നൂരിലോ പരിസര പ്രദേശങ്ങളിലോ എവിടെയും തെരുവു നായകൾക്ക് അപകടങ്ങൾ പറ്റിയാൽ ആദ്യം തന്നെ ഹരിഗോവിന്ദനെ തേടി ആ വാർത്തയെത്തും. ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്തു നടത്തേണ്ടുന്ന ബാധ്യത നഗരസഭയ്ക്കും മറ്റുമുണ്ടെങ്കിലും നിലവിൽ ഹരിഗോവിന്ദനിൽ മാത്രമാണ് ഈ കടമ ഒതുങ്ങിയിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.